എങ്ങനെയാണ് കേരളം ഈ വേൾഡ് ഹെൽത്ത് ഇൻഡെക്സ് ഒന്നാമത് വന്നത്? ഇവിടെ നമുക്ക് പിടിച്ചു നിർത്താൻ നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ ഇപ്പോൾ അഡിക്വേറ്റ് അല്ലാത്ത ഇതിലേക്ക് വന്നു. മറ്റേത് കേരളത്തിന്റെ മന്ത്രിമാർ അസുഖം വന്നാൽ നമ്മുടെ മെഡിക്കൽ കോളേജിലേ പോകത്തുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു അവസാനം പോയി ഒരു സീരിയസ് അസുഖം വന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയത് എന്റെ ഫാദറാന്ന് തോന്നുന്നു. ഇപ്പൊ ആരും പോകുന്നില്ല. അത് തന്നെ തെളിവല്ലേ? പ്രൈവറ്റ് ഇസ് മച്ച് ബെറ്റർ. എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യമല്ലേ? SC ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇത്രയും വർഷമായിട്ടും അവരുടെ ശമ്പളം പോലും പ്ലാനിൽ നിന്ന് എടുക്കും, നോൺ പ്ലാനിൽ ഹെഡ് ഉണ്ടാക്കണം. ഇതൊക്കെ സാമാന്യ ബുദ്ധിയാണല്ലോ. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ റിക്വയർമെന്റ് ആണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നതിന്റെ ഒരു വിഷമം. ഒരുപാട് കാര്യങ്ങളിൽ കോഴ്സ് കറക്ഷൻ ആവശ്യമുണ്ട്. കേരളം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ റിയാലിസ്റ്റിക് സ്റ്റഡി ഉണ്ടാകും. നമ്മൾ പഴയ പാരമ്പര്യമൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. എവിടെ ഇപ്പോൾ നിൽക്കുന്നു, ഇനി എങ്ങോട്ടേക്ക്? എഡ്യൂക്കേഷന്റെ ഗ്ലോബൽ ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റണം. മറ്റ് ടൂറിസ്റ്റ് സെന്റേഴ്സിൽ പോയിട്ട് അവിടെ വരുന്ന ആളിന്റെ എണ്ണവും ഇവിടെ വരുന്നവരുടെ കൂടെ പരിശോധിച്ചാൽ നമ്മൾ എത്ര പിന്നിലാന്നുള്ളത് മനസ്സിലാകും. സോ വേടൻ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ കൂടെ കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ കൂടി ഒരു പൊളിറ്റിക്സ് അദ്ദേഹം പറയുന്നില്ലേ? അതിനെങ്ങനെയാണ് ഈ ന്യൂ ജെൻസിയുടെ ഇത്രയും പിന്തുണ കിട്ടുന്നത്? എന്റെ പിതാവ് ലേബർ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഫോർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട ഒരു ഫയല് താഴെത്തട്ടിലുള്ള ഒരു സ്ത്രീയെ സ്ഥിരപ്പെടുത്തുന്ന ഒരു ഫയലാണ്. 14 വർഷം പിന്നെ ആ ഫയല് കറങ്ങി എൻ്റെ അടുത്ത് വരികയാണ്. ഞാനാണ് പിന്നെ അത് നടപ്പിലാക്കുന്നത്. കേസിന്റെ കീഴിൽ സെന്റർ ഓഫ് എക്സലൻസുകൾ തുടങ്ങിയായിരുന്നല്ലോ. ആ കോൺസെപ്റ്റ് തന്നെ ഒരു പുതിയ സംഭവമായിരുന്നു. കാരണം പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ, അതും പ്രൈവറ്റിന്റെ ഇനീഷ്യേറ്റീവ്, അവർക്കല്ലേ അറിയുള്ളൂ മാർക്കറ്റിൽ എന്താ വേണ്ടതെന്ന് അവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അവരിലൂടെ ട്രെയിനിങ് സ്കില്ലിങ്ങും ഒക്കെ കൊണ്ടുവരുന്ന ആ ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ അത് ബിഗ് ബാങ് ആയിട്ട് ഒറ്റയടിക്കാണ് ഇത്രയും സെന്റർ ഓഫ് എക്സലൻസുകൾ തുടങ്ങുകയൊക്കെ ചെയ്തത്. അതിലെനിക്ക് ഓർമ്മയുണ്ട് ചവറ മറ്റേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസ്ട്രക്ഷൻ അത് തുടങ്ങിയിട്ട് അത് പിന്നീട് പൂട്ടിക്കിടങ്ങി. എനിക്ക് ആ സ്ഥലം ഇന്നും ഓർമ്മയുണ്ട്. ആ പ്രേമോ പൈപ്പ് എന്നും പറഞ്ഞ് വെറുതെ ഉപയോഗശൂന്യമായിട്ട് കിടന്നത്, അതുവഴി നമ്മൾ എപ്പോഴും പാസ് ചെയ്യുമ്പോൾ കാണുന്നതാണ്. ആ ലാൻഡ് എടുക്കാനും അവിടെ ഇത് ചെയ്യാൻ എല്ലാം പ്ലാനൊക്കെ വരച്ചതൊക്കെ എനിക്ക് ഓർമ്മ. ആദ്യം നമ്മൾ പ്രീഫാബ് പ്ലാൻ ചെയ്തു, പിന്നീട് പ്രീഫാബ് വേണ്ട നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാമെന്ന് പറയുന്നു. എല്ലാം കഴിഞ്ഞ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി തീർക്കുന്നതും, പിന്നെ പണി തീർത്തിട്ട് എനിക്കൊന്ന് എത്ര 4-5 വർഷമാണ്. ഞാനത് എന്റെ കാലഘട്ടത്തിൽ പണി തീർന്നു. അതെ, തീർന്നു. ഫർണിച്ചർ ഇട്ടില്ല. അതെ, അതുകൊണ്ട് സാറ് വളരെ ജെന്റിൽമാൻലി ആയിട്ട് പറഞ്ഞു ഇനോഗ്രേഷൻ പോലും വേണ്ട. ഇനോഗ്രേഷൻ വെച്ചില്ല. CM ഒന്ന് വിസിറ്റ് ചെയ്യിച്ചു. CM ഒന്ന് ഇങ്ങനെ അന്തം വിട്ട് ഇരിക്കുന്ന തരത്തില്. അതുപോലെയായിരുന്നു ഉമ്മൻചാണ്ടി സാർ അന്ന് വന്നത്. ഇന്നും അതുവഴി പാസ് ചെയ്യുന്ന എല്ലാവരും അന്തം വിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതിലുള്ള ഒരു കാര്യം, അതെല്ലാം നമ്മുടെ ഓരോ പ്ലാനിൽ എന്തുകൊണ്ട് ഇനോഗ്രേഷൻ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ നേരത്തെ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിച്ചില്ല. ഞാനും ബിജു ഉണ്ടായിരുന്നു തോന്നുന്നു അന്ന് ഇൻഡസ്ട്രി സെക്രട്ടറി ആയിരുന്നു. കുര്യനും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങള് ബാർസിലോണയില് ക്രെഡായുടെ നാഷണൽ കോൺഫറൻസ്, പക്ഷെ അത് ബാർസിലോണയിലാണ് നടത്തുന്നത്. അങ്ങനെ എന്നെ ഇൻവൈറ്റ് ചെയ്തു, ഞാനും പോയി. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങളൊരു കടലിന്റെ മുകളിലാണ് ഞങ്ങളുടെ ഹോട്ടല്. തീരത്തെന്ന് പറയാനൊക്കത്തില്ല, താഴെ വെള്ളം ഉണ്ട്. അവിടുന്നാണ് ഞങ്ങളുടെ ഹോട്ടൽ. അന്നേരം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ പ്രീ എഞ്ചിനീയർഡ് സ്ട്രക്ചേഴ്സും ഇതിനെക്കുറിച്ചൊക്കെ വരുന്നത്. അത് വെച്ചുകൊണ്ടാണ് നമുക്കിത് ഫാസ്റ്റർ ഒരു പുതിയ ടെക്നോളജി വരട്ടെ, കൺസ്ട്രക്ഷൻ്റെ വരട്ടെ എന്ന് പറഞ്ഞാൽ ഈ പ്രീഫാബ് ഇതിലേക്ക് പോവാം. അന്നേരം ഇവിടെങ്ങും ഇല്ല, ബാംഗ്ലൂരിലേ ഉള്ളൂ. ബാംഗ്ലൂരിൽ അന്നേരം PWD ഡിപ്പാർട്ട്മെന്റിന് അതിനുള്ള സംവിധാനമില്ല. ശോഭയുടെ തോന്നുന്നു. അല്ല, ശോഭയുടെ അല്ല, നമ്മൾ അവിടെ പല ശോഭയുടെ ഹെൽപ്പ് നമ്മൾ അവരുടെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പോയി. അത് വേറെ. ഞാൻ പറഞ്ഞത് ഈ പ്രീഫാബ് എന്ന് ഇവിടെ പ്രീ എഞ്ചിനീയർ ഇത് ഇവിടില്ല, മാനുഫാക്ചറിങ് അവിടെ ഉള്ളൂ. അവിടുന്ന് നമുക്ക് വലിയ ട്രക്സിൽ കൊണ്ടുവരാം. ഇതെല്ലാം ആലോചിച്ചു. അവസാനം വന്നപ്പോ ഇവിടെ ഒരു ഏജൻസി ഇത് വെറ്റ് ചെയ്യണ്ടേ ഇതിന്റെ ഇത്. അങ്ങനെ വന്ന് ഞാൻ ഐ എം അഷെയിംഡ് ടു സേ, ഞാൻ ഇതുവരെ പറഞ്ഞില്ല, പക്ഷെ നമ്മൾ ചർച്ച ചെയ്യണമല്ലോ ഇനി. ഞാൻ ട്രിവാൻഡ്രത്തെ ട്രിവാൻഡ്രം CET കേരളത്തിലെ നമ്പർ 1 കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ 2 വ്യക്തികൾക്ക് ഇതിന്റെ ഒരു റിപ്പോർട്ട് തരാൻ പറഞ്ഞു, പ്രീ എഞ്ചിനീയറിംഗ് ഇതിന്റെ ഫീസിബിലിറ്റിയെ കുറിച്ച്. അന്ന് പ്രശാന്ത് പോയി കാലിക്കറ്റ് പോയി. ഇവര് തന്ന റിപ്പോർട്ട് ഇത് കടലിൽ നിന്ന് 1 കിലോമീറ്ററിനകത്തുള്ള സ്ഥലമായതുകൊണ്ട് ഇത് തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല.
റിസ്ക് എടുക്കാൻ വയ്യ. അല്ല, ഞാൻ പറഞ്ഞ ഗവൺമെന്റിൽ നിന്നാണെങ്കിൽ റിസ്ക് എടുക്കാൻ വയ്യാന്ന് പറയാം. CET നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന CETയുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് തരുന്ന റിപ്പോർട്ട് ഇതാണെങ്കിൽ അവര് എത്ര പിന്നിലേക്കാണ്, അപ്ഡേറ്റഡ് അല്ല എന്ന് മാത്രമല്ല എത്ര പിന്നിലേക്കാണ്. ഞാനത് കഴിഞ്ഞ് എൻ്റെ കോളേജിൽ TKM-ൽ നിന്ന് 2 പ്രൊഫസേഴ്സിനെ ചുമതലപ്പെടുത്തി. അവർ പക്ഷെ അതൊരു 2 മാസം 3 മാസത്തിന് അവർ റിപ്പോർട്ട് തന്ന് 100% പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഈ കാലയളവ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റാതെ പോയത്. അവസാനം വന്നപ്പോൾ ഇനിയും പ്രീ എഞ്ചിനീയറുമായിട്ട് പോയിട്ട് കാര്യമില്ല എന്ന് കണ്ടുകൊണ്ട് ട്രഡീഷണൽ കൺസ്ട്രക്ഷൻ തന്നെ മതി എന്ന് കണ്ടുകൊണ്ടാണ് തീർച്ചയായിലേക്ക് പോയത്. അതും 9 മാസം, ഇത്രയും ടൈം നഷ്ടപ്പെട്ടത് 9 മാസം കൊണ്ടാണ് അവർ ആ കൺസ്ട്രക്ഷൻ ഇവിടം വരെ എത്തിച്ചത്. എന്നാലും പിന്നെ കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് അത് തീർന്നിട്ട് മതി. ഈ ചുമ്മാ ഉദ്ഘാടനം ഉദ്ഘാടനം നടത്തുന്നെങ്കിൽ പിറ്റേന്ന് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അതവിടെ തുടങ്ങണമല്ലോ. ഞാൻ അവിടുന്ന് മാറുന്ന സമയം വരെ പ്രീഫാബ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ആയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട് അവിടുന്ന്. അല്ല, അതാണ് നമ്മുടെ കുട്ടികളുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുകയായിരുന്നു. പ്രശാന്ത് ഇപ്പൊ എത്ര മണിക്ക് എഴുന്നേക്കും? ഇപ്പം സാറ് ചോദിച്ചത് മോനെ വെച്ച് ചോദിച്ചതെന്ന് മനസ്സിലായി. അത്യാവശ്യം കുപ്രസിദ്ധി ഉണ്ട് ലേറ്റായി എണീക്കുന്നത്. പക്ഷെ സാറേ, ഞാൻ എൻ്റെ നല്ല വശം പറയാം. അതായത് 10 മണിക്ക് ഓഫീസിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 9 മണിക്ക് എണീറ്റാൽ ഫ്രഷ് ആയിട്ട് മൈൻഡ് ക്ലീനായി നിൽക്കുമ്പോഴാണ് ആദ്യത്തെ, ഞാൻ എപ്പോഴും ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരം ഫയൽ മുഴുവൻ ക്ലിയർ ചെയ്തിട്ട് കുറച്ച് ചിന്തിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ളത് അടുത്ത ദിവസം രാവിലത്തേക്ക് വെച്ചിട്ടാണ്. അത്തരം ഫയലുകൾ അവിടെ 2-3 ബാക്കി ഇൻബോക്സിൽ കാണും. അപ്പോൾ അത് രാവിലെ ഫ്രഷ് ആയിട്ട് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഉറങ്ങി എണീച്ച് നല്ല സമയം കിട്ടണമല്ലോ. ഇപ്പം ഞാൻ നേരത്തെ എണീക്കും, കാരണം ഇപ്പം സസ്പെൻഷൻ അല്ലേ. അല്ലല്ല, ഞാൻ തമാശയായിട്ട് ചോദിച്ചാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ പരാതിയൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് രാവിലെ വിളിച്ചാൽ ചിലപ്പം നമുക്കൊരാൾക്കൊരു ടാസ്ക് കൊടുത്താൽ അത് ചെയ്യുന്നോ ഇല്ലയോ നോക്കിയാൽ മതിയല്ലോ. എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ അങ്ങനൊരു പൊതുവെ അങ്ങനൊരു പരാതി ഉള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഞങ്ങൾ തമാശക്ക് പറയായിരുന്നു, പ്രശാന്ത് ഇവിടെ അല്ല യൂറോപ്പിൽ ജനിക്കേണ്ട ആളാണ്, അതായത് ടൈം സോൺ തെറ്റിക്കിടക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയുമായിരുന്നു. അത് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ടൈം സോൺ മാത്രമല്ല സാറേ, യൂറോപ്പിൽ എന്നല്ല പാശ്ചാത്യ ലോകത്ത്, സാറും സത്യത്തിൽ പാശ്ചാത്യ ലോകത്ത് ജനിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം സാറ് റിസൾട്ടാണ് നോക്കുന്നത് എന്ന് മാത്രമല്ല, എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ അല്ല കാണിച്ചില്ല എന്നല്ല, ഈ ഒരു സിസ്റ്റം അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാറ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടോ നേരെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പല പ്രകടനങ്ങളോ ഒരു ആത്മാർത്ഥം ഇല്ലാത്ത പലതിനൊന്നും സാറിനെ കൊണ്ട് പറ്റുന്നില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ബിക്കോസ് യു ആർ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇപ്പം ജനപ്രതിനിധി കേരളത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാർഡ് മെമ്പർ ആയാലും MLA ആയാലും MP ആയാലും പ്രധാന പണി എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോകണം, മരിപ്പിന് പോകണം, അവിടെ പ്രസൻസ് കാണിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരം അവിടെ എന്തെങ്കിലും വികസനം വരുത്തി എന്ന് പറയണം. ഇതെല്ലാമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു ലെജിസ്ലേച്ചറിൽ എലക്റ്റഡ് ആവുന്ന ആൾ ശരിക്കും ആ ലെജിസ്ലേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അത് അവിടെ നിന്ന് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ട് ഒരു മിനിസ്റ്റർ ആവുകയാണെങ്കിൽ ആ മിനിസ്റ്റീരിയൽ പദവി ഇരിക്കുമ്പോൾ ശരിക്ക് ഒരു ഒന്നാന്തര അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. ഇതെല്ലാം ചെയ്യുന്ന ആളാണ് സാറ്. ശരിക്കും ചെയ്യേണ്ട പണി വൃത്തിക്ക് അല്ല, അത് ഔട്ട് ഓഫ് കമ്പൾഷൻ ആണെന്നേ ഞാൻ പറയുള്ളൂ. അതെല്ലാം അതിന്റെ ഒരു ജനപ്രതിനിധികളുടെ റൊട്ടീന്റെ നമുക്ക് ഡിനൈ ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഒരു ഇത് ഒരു മരണത്തിന് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിൽ എവിടെയെങ്കിലും ഒരു നൊമ്പരം അതിനോടൊപ്പം വേണം. ഒരു കല്യാണത്തിന്റെ സന്തോഷം ചെല്ലുമ്പം വേണം. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഒരേ മാനസികാവസ്ഥയിൽ ഇതെല്ലാം പോകുന്നതിലാണ് എനിക്ക് അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, പാർട്ട് ഓഫ് ദ ഗെയിം അല്ലേ? പാർട്ട് ഓഫ് ദ ഗെയിം. നമ്മളെ നാട്ടിൽ ഈ ആക്ച്വൽ റിസൾട്ടിനെക്കാട്ടിലും അതിന്റെ പാക്കേജിങ്ങും അല്ലെങ്കിൽ അതിന്റെ ഒരു പുറമേക്കുള്ളതിനും കൂടുതൽ ശ്രദ്ധ പോകുന്നില്ലേ തരം? അല്ല, ഇതെല്ലാം വേണമല്ലോ, എല്ലാം കൂടെ വേണം. ഇപ്പൊ ട്രംപ് കാണിക്കുന്ന എന്താ പാക്കേജിങ്ങും ബാക്കിയെല്ലാം അതിന്റെ ഭാഗത്ത് നടക്കുന്നത് നമ്മളൊക്കെ അതല്ല. പക്ഷേ ഈ റിസൾട്ട് കാണിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ടൊരു ചോദ്യമുണ്ട്. ഈ പ്രശാന്ത് കോഴിക്കോട് കളക്ടർ ആയിരുന്നപ്പോഴാണ് ഫസ്റ്റ് ടൈം ഈ ഒരു ബ്രോ ചേർത്തുള്ള വിളി, കളക്ടർ ബ്രോ എന്നുള്ളത്. അന്ന് കുറെ കാര്യങ്ങൾ, ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, എന്തോ ഒരു സൗജന്യ ഭക്ഷണമോ ഓപ്പറേഷൻ സുലൈമാനി എന്ന് പറഞ്ഞ കൂപ്പൺ ബേസ്ഡും
അങ്ങനെ കുറെ കാര്യങ്ങൾ തുടങ്ങിയത്. ഐ വാസ് വെരി ഇംപ്രസ്ഡ്. കാരണം ഇങ്ങനെ ഇതാണ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഒരു കാലഘട്ടത്തിൽ ഒരു ജില്ലയുടെ അധിപൻ തന്നെയായിരുന്നു. ഇതും യൂറോപ്പിൽ നിന്ന് അടിച്ചു മാറ്റിയ ഐഡിയ ആണ് സാർ. ശരി. ആണോ? ഫുഡ് ഓൺ ദ വാൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ അവിടെ എല്ലാവരും ഒരേ സ്ഥലത്താണല്ലോ കഴിക്കാൻ വരുന്നത്. ഇപ്പം വലിയ ഉച്ചനീചത്വവും അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഒരു സിമിലർ സ്ഥലത്ത് തന്നെയായിരിക്കും. അപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്കുള്ളതും കൂടെ പേ ചെയ്യാം. അപ്പം യു പേ ഫോർവേഡ്. ഇപ്പോൾ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ആൾക്ക് മെനുവിന്ന് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ വാളിൽ നിന്ന് ഓർഡർ ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ അവിടെ പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ചുറ്റുവട്ടത്ത് ഈ ഭക്ഷണം ഒരു വലിയ ഇഷ്യൂ ആണ്. വിശക്കുന്നവരുണ്ട്, ഇനി ഭക്ഷണം വേണമെന്ന് വെച്ച് അല്ലെങ്കിൽ വേറെ വഴിയില്ലാതെ ക്യൂ നിന്ന് ഒരു ഭിക്ഷ എടുക്കുന്ന പോലെ അവരുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന രീതിയിലാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലും. അപ്പൊ ഇതെങ്ങനെ മാറ്റാം എന്നുള്ളതിലാണ് ഈ ഒരു കോൺസെപ്റ്റ് വന്നത്. നമ്മളൊരു കൂപ്പൺ സിസ്റ്റം കൊണ്ടുവന്നത്. അല്ല, അന്നേരം കുറെ അധികം ഞാനിപ്പോ മറന്നുപോയി. ഞാനിവിടെ പറഞ്ഞിട്ടാണല്ലോ എന്ന് അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് വിടുന്നത്. പക്ഷെ ഇതെല്ലാം കുറെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അങ്ങനെ കളക്ടർ ബ്രോ, ഇപ്പൊ പല പദവിയിലുള്ളവർക്കും ബ്രോ ചേർത്തുള്ള വിളി അത് തുടങ്ങിയതെന്നാണ്. പക്ഷേ ഇതൊക്കെയാണല്ലോ ഇത്രയും നല്ല കാര്യം ചെയ്താലും ആരെങ്കിലും ഒരാളായിട്ട് വഴക്കിട്ടില്ലെങ്കിൽ പ്രശാന്തന് ഉറക്കം വരത്തില്ലെന്നാണ്. മനഃപൂർവ്വം അല്ല സാറേ, അത് ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ സംഭവിക്കുന്നതന്നെ. അല്ല, ശരിക്കും വഴക്കിടുന്ന അല്ല അത്. സെൽഫ് റെസ്പെക്ട് ഒരു ഒരു എൻ്റെ ഒരു പാർട്ട് ഓഫ് മൈ പേഴ്സണാലിറ്റി. എൻ്റെ അടുത്ത് മാന്യമായിട്ട് ഒരു 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 ഈക്വൽസ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു ജെന്റിൽമാൻലി ആയിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന മനുഷ്യനല്ല. സത്യത്തിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ടാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം പൊളിറ്റീഷ്യൻസ് അണ്ടർസ്റ്റാൻഡ് തിങ്സ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് രാഷ്ട്രീയത്തിലുള്ളവരുമായിട്ട് തെറ്റേണ്ട വന്നിട്ടുള്ളൂ. തെറ്റിയിട്ടുണ്ടെങ്കിൽ അതോടെ സോൾവ് ആയിട്ടും ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ സാറേ, നമ്മുടെ നാട്ടിലും ഈ ബ്യൂറോക്രസിയും ഭരണകൂടനും പൊളിറ്റീഷ്യൻസ് എല്ലാവരും തന്നെ ഒരു ജനങ്ങളുടെ പുറത്ത് ഭരണം അല്ലെങ്കിൽ നിയന്ത്രണം, ഭരണം എന്നുള്ള വാക്കാണല്ലോ ഇവിടെ വരുന്നത്. എപ്പോഴും ഭരിക്കുക എന്നുള്ളൊരു വാക്കും കൊളോണിയൽ ഹാങ് ഓവറിൽ തന്നെ ഇപ്പോഴും ആ ഒരു കൺട്രോൾ ഫ്രീക്നെസ് തുടരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മേലെന്ന് താഴം വരെ ഹൈറാർക്കിയിൽ ഇങ്ങനെ തൊഴുത് പിടിച്ച് നിൽക്കണം എന്നുള്ള ആ ഒരു അത് എക്സ്പെക്റ്റഡ് ആണ്. പൊതുജനവും അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പൊതുജനവും ആ ഒരു വിധേയത്വമാണ് പൊതുവെ എക്സ്പെക്ട് ചെയ്യുന്നത്. പൊതുജനവും അതേ വിധേയത്വം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസിനെ കണ്ടാൽ മാറി നടക്കണം, പേടിച്ച് നടക്കണം. ഉദ്യോഗസ്ഥരെ കണ്ടാൽ പേടിച്ച് നടക്കണം. മന്ത്രിമാരെ കണ്ടാൽ തീർച്ചയായിട്ടും മാറി നടക്കണം. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കണ്ടാൽ പേടിച്ച് ഓടണം. ഇതാണ് നമ്മുടെ ഒരു 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 ഇത് എന്ന് തോന്നിയിട്ടില്ലേ? അല്ല, ഈ ഗവർണൻസിന് മലയാളം എന്തോ വേറെ ഒരു വാക്കുണ്ടോ? ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. നല്ലൊരു വാക്ക് ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് വേറെ ഒരു വാക്ക് വരുന്നില്ല. ഭരണം എന്നാണ് മലയാളത്തിൽ എത്തിയിരിക്കുന്നത്. അവിടെ മുതൽ തുടങ്ങി. പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും കുറെ ലാക്സിറ്റിയും കുറെ ഇതിന്റെ ഞാൻ പറഞ്ഞ ഈ സർവീസ് സംഘടനകളുടെ ആധിപത്യവും അതെല്ലാം വന്ന് കുറെ ഇത് വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ മന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാ വർഷവും കുറ്റാലത്ത് കുളിക്കാൻ പോകുമായിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ട് പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എല്ലാ വർഷവും മിനിമം ഉള്ള ഇത് കഴിഞ്ഞാൽ ഒരു കുളി, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒക്കുമെങ്കിൽ രണ്ടാമത്തെ പോകും. മന്ത്രിയായിരുന്നപ്പോൾ ഒരു കാണുക. അന്ന് നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ തമിഴ്നാട് പോലീസും ബാക്കി എല്ലാവരും എസ്കോർട്ടും പ്രൈവറ്റും പല നിലയിലേക്ക് ഒരു ഫോൾസിലേക്ക് ചെല്ലുമ്പോൾ ഗവൺമെന്റ് ഫോൾസ് ആണെങ്കിലും പോലീസ് നേരത്തെ എല്ലാവരെയും ഓടിച്ചു വിടുക. നമുക്കിതുപോലെ എംബാരസിങ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരെയും മാറ്റി ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അത് ചെയ്യില്ല. എപ്പോഴേലും ആള് കുറവുള്ള സമയത്ത് നോക്കി, അല്ലെങ്കിൽ അങ്ങനെ അവിടെ അന്വേഷിച്ചാണ് പ്രൈവറ്റ് ഫോൾസ് പലതും ഉണ്ട്, അത് കണ്ടെത്തി നമ്മൾ ആർക്കും ശല്യമില്ലാതെ പോയത്. പക്ഷെ അന്ന് അവിടെ ഉള്ളവർ പറയുന്നത്, എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയുന്നത്, തമിഴ്നാട്ടിലെ മന്ത്രിമാരൊന്നും അവർക്ക് ഇങ്ങനൊന്നുമല്ല, അവിടെ രാജാക്കന്മാരാണ്. അന്നേരം കേരളത്തിലെ മന്ത്രിമാരെ കേരളം വിട്ടുപോകുമ്പോൾ അവർ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദേ ആർ വെരി ഫ്രണ്ട്ലി. പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് വരുന്ന ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ എത്രയോ ഭേദമാണ്. നമ്മൾ വളരെ ഇതാണ്. അവർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ല ഇത്. അവിടുത്തെ ഒരു ലോക്കൽ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അവര് ഓച്ചാനിച്ചിരിക്കേണ്ട അവസ്ഥ. അതല്ല കേരളത്തിന്റെ സംസ്കാരം. ഇവിടെ ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ
കുറച്ച് പോരായ്മകളുണ്ടെങ്കിലും കമ്പയർഡ് ടു ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ. യെസ് അത് യോജിക്കുന്നു സാറേ. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളിവിടുത്തെ ആരോഗ്യമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഉടനെ യുപിയും ബീഹാറും ഇവരൊക്കെ കാട്ടിലും ഭേദമെന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫിൻലാൻഡൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളും പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളത് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച പോലെ അവിടുത്തെ സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മൾ ആസ്പയർ ചെയ്യണ്ടേ നമ്മൾ കുറച്ചുകൂടെ? ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആവശ്യമുള്ള ടോപ്പിക്കാണ്. എങ്ങനെയാണ് കേരളം ഈ വേൾഡ് ഇൻഡസ്ട്രീസിൽ ഒന്നാമത് വന്നത്, ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമത് വന്നത്? എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയ അതെ ഒരു പ്രക്രിയയുടെ ഒരു പ്രയാണമാണ് എത്തിയത്. പക്ഷെ ഒരു സ്റ്റേജിൽ വന്നിട്ട് നമ്മൾ അവിടെ നിന്നുപോയി. ബാക്കിയുള്ളവർ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇപ്പോഴും റെസ്റ്റ് ഓഫ് ദ കൺട്രി ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനത്താന്ന് പല കാര്യങ്ങളിലും പറയാനൊക്കും. ബിക്കോസ് അവർ ഇതിനേക്കാൾ ഏറെ പിന്നിലായിരുന്നു. അത് ആ ലെവലിലേക്ക് വരുന്നു. ബട്ട് റെസ്റ്റ് ഓഫ് ദ വേൾഡ് മുകളിലോട്ട് പോവുകയും നമ്മുടെ ഏതോ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ട് നിന്നുകൊണ്ടാണ് നമ്മുടെ ആശുപത്രിയിലൊക്കെ വളരെ മോശം എന്നുള്ള അഭിപ്രായമൊന്നുമല്ല എനിക്ക്. പക്ഷെ നടന്നുകൂടാത്ത ഒത്തിരി കാര്യങ്ങൾ, സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അവിടുത്തെ ഡോക്ടേഴ്സിന് മാത്രം കുറ്റമല്ല, വളരെ അപര്യാപ്തത, ഫെസിലിറ്റീസിന്റെ അപര്യാപ്തത, ആൾക്കാര് ക്രമാതീതമായി പേഷ്യൻസിന്റെ എണ്ണം കൂടുന്നു. അത് ആരെങ്കിലും ക്ലെയിം ചെയ്യുന്നത് പോലെ ഇവിടുത്തെ സംവിധാനം മെച്ചപ്പെട്ടത് കൊണ്ട് വരുന്നു എന്നുള്ളതല്ല, പുറത്തെ സംവിധാനങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റാതെ ആൾക്കാർ ആശ്രയിക്കുന്നു. അല്ലെങ്കിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നാണല്ലോ പഠനങ്ങൾ പറയുന്നത്. അവയർനെസ്സും കമ്പയർഡ് ടു റെസ്റ്റ് ഓഫ് ദ കൺട്രി കേരളത്തിലാണല്ലോ. അതെല്ലാം ഞാൻ പറഞ്ഞത്. ആദ്യം വന്ന ക്രിസ്ത്യൻ മിഷനറീസ് പള്ളിയും പള്ളിക്കൂടവും തുടങ്ങി, അതിനോടൊപ്പം ഒരു നഴ്സിംഗ് ഹോമും എന്നുള്ള ഒരു കൺസെപ്റ്റ് കേരളത്തിൽ കൊണ്ടുവന്നു. അത് പിന്നെ എല്ലാ സാമുദായിക സംഘടനകളും മറ്റ് മതസംഘടനകളും എല്ലാവരും ഈ നിലയിലേക്ക് എഡ്യൂക്കേഷനിൽ വന്നു. അങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായി. ഹെൽത്ത് കെയറിലേക്ക് വന്നു, അവിടെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായി. അതിന്റെ ഗ്രാജുവൽ ഇൻക്രീസ് ചെയ്ത് പ്രൈവറ്റ് പ്ലസ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, ഇത് രണ്ടും ഈ പാരലലി ഗ്രോ ചെയ്തു. ഒരു ഘട്ടം വന്നപ്പോൾ പ്രൈവറ്റ് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, പ്രൈവറ്റ് അങ്ങ് വേറെ മുന്നിൽ പോയി. അത് കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ടാണല്ലോ ആ നിലയിലേക്ക് പോയി. അതനുസരിച്ച് സർക്കാർ സംവിധാനങ്ങൾ ഇതുമായിട്ട് കമ്പീറ്റ് ചെയ്ത് പോകണമെന്നുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. ഇത് പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പകച്ചു നിന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ അഫോർഡബിൾ അല്ലാതായി മാറുന്നത്. ഇപ്പതാ നമുക്കറിയില്ല നമ്മുടെ ഹോസ്പിറ്റൽ ലോൺ ചെയ്യുന്ന ആരാണെന്ന് നമുക്കറിയില്ല. ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ളവർ വന്ന് ഹോസ്പിറ്റൽ ലോൺ ചെയ്യും. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം ഉണ്ട്. എൻ്റെ ബ്രദർ ബാംഗ്ലൂരിൽ സൈറ്റ് കെയർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്. അദ്ദേഹം മരണപ്പെട്ടു. അന്നേരം അതിന് മുമ്പുള്ള ഒരു മാസം അദ്ദേഹം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവിടെ മലയാളിയായ ഒരു ഡോക്ടർ പ്രസാദ്, കൊല്ലംകാരന് ഡോക്ടർ പ്രസാദാണ്. ഞാൻ അന്നേരം അവർ 5 ഡയറക്ടേഴ്സാണ്, അവരാണ് ഓണേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ നവംബർ അവസാനം വന്നപ്പോൾ ബ്രദർ അദ്ദേഹമായിട്ടുള്ള അടുപ്പം കൊണ്ട് അവിടെ അഡ്മിറ്റഡ് ആയതും ചികിത്സ, അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ ഇന്ന് പോവുകയാണ്, വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പം ഞങ്ങൾക്ക് വല്ലാതെ പാനിക് ചെയ്തു. അങ്ങനെ ഞാൻ പോയി ഡോക്ടറെ എന്ത് പറ്റി, ഡോക്ടറിൻ്റെ ഡയറക്ടർ അല്ലേ, എൻ്റെ ഓണർ അല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞങ്ങളൊരു കമ്പനി ഫോം ചെയ്ത് ഞങ്ങൾ 5 ഡയറക്ടേഴ്സ് ചെയ്യുന്നു. ഞങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ ഓണറല്ല, ഹോസ്പിറ്റലിൻ്റെ ഓണറല്ല, ഞങ്ങൾ ഈ ലാൻഡിൻ്റെ ഓണറല്ല. ലാൻഡിന് വേറെ ഒരു ഓണർ, കെട്ടിടം വേറെ ഒരു ഓണർ. ഇവരെ സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് ഇവിടെ വന്ന് ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നു, ഇവരുടേതായിട്ട് എടുത്ത്. ഏതോ ഒരു ഗ്രൂപ്പ് ഇവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു ഗ്രൂപ്പ് ഇവരെ ബൈ ഔട്ട് ചെയ്യുകയാണ്. ലാൻഡ് ഇവരുടെ അല്ല, ബിൽഡിംഗ് ഇവരുടെ അല്ല, ഇവരുടെ ബയറിനെ കണ്ടിട്ടില്ല. അവർ വന്ന് ബൈ ഔട്ട് ചെയ്ത് ഇവർക്ക് ആവശ്യത്തിന് ഇതും കിട്ടി, ഹോസ്പിറ്റലിൽ വേറെ ഒരാളുടെ കയ്യിലേക്ക് പോകുന്നു. അത് തന്നെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് പിടിച്ചു നിർത്താൻ നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ ഇപ്പോൾ അഡിക്വേറ്റ് അല്ലാത്ത ഇതിലേക്ക് വന്നു. മറ്റേത് കേരളത്തിന്റെ മന്ത്രിമാർ അസുഖം വന്നാൽ നമ്മുടെ മെഡിക്കൽ കോളേജിലേ പോകത്തുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു അവസാനം പോയി ഒരു സീരിയസ് അസുഖം വന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയത് എൻ്റെ ഫാദറാന്ന് തോന്നുന്നു. അന്ന് പോകത്തുള്ളായിരുന്നു.
ഇപ്പൊ ആരും പോകുന്നില്ല. അത് തന്നെ തെളിവല്ലേ. ഉം. എല്ലാരും പ്രൈവറ്റിനെ ആശ്രയിക്കുന്നു. ബിക്കോസ് പ്രൈവറ്റ് ഇസ് മച്ച് ബെറ്റർ, മോർ കംഫർട്ടബിൾ. ഉം. എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് അത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യമല്ലേ. ഇനിയിപ്പോ അവിടെ സ്ഥലവും ഇല്ല, ഉള്ള കെട്ടിടം ഇങ്ങനെ വാരി വലിച്ച് കെട്ടിടം പണിത് പോയി നമുക്ക് അതിനുള്ള സ്ഥലവും ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഈ പക്ഷെ ഇത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ കെട്ടിടമാണെന്ന് എന്തോ ഒരു തെറ്റിദ്ധാരണ പരക്കെ വന്നതുപോലെയും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ എക്യുപ്മെന്റ്സും അത് റൺ ചെയ്യാനുള്ള സ്റ്റാഫുമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും എല്ലായിടത്തും ശരിക്കുള്ള അതിന്റെ കോർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ശരിക്കും എക്യുപ്മെന്റ്സും അത് കൈകാര്യം ചെയ്യാനുള്ള സ്കിൽഡ് മാൻ പവറും ആണല്ലോ. ബിൽഡിംഗ് മാത്രം കൊണ്ട് എന്താവാനുള്ള നമ്മളിപ്പോ ഇന്നിപ്പോ ആ ഡിസ്കഷനിലേക്ക് പോയാൽ അത് എങ്ങും എത്തത്തില്ല. എവിടെ കാരണം ഈ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഡോക്ടേഴ്സ് ആസ്പയർ ചെയ്തുകൊണ്ടിരുന്നത് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ കയറുക, മെഡിക്കൽ കോളേജിൽ കയറുക. അതെ. ഇപ്പം പ്രൈവറ്റ് കൊടുക്കുന്ന കാശ് വളരെ കൂടുതലാണ്. പിന്നെ എന്ത് കൊണ്ട് അങ്ങനെ വളരെ പാഷനറ്റ് ആയിട്ടുള്ള സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഉം. അവര് കുറച്ചുപേര് വരുന്നു, ബാക്കിയുള്ളവർ വന്നിട്ട് അവര് പിന്നെ അങ്ങനെ ഒരു ഗോയിങ് ത്രൂ ദ മോഷൻസ് എന്ന് പറഞ്ഞ പോലെ അവര് ഈ പറഞ്ഞ പോലെ. ഞാൻ ഈ ഫയലുകളിലും കണ്ടിട്ടുള്ളതാണ് ചിലത് പോസ്റ്റ് ക്രിയേഷന് പോകുമ്പോൾ ഈ ലാസ്റ്റ് ഗ്രേഡ് മറ്റേത് അങ്ങനത്തെയൊക്കെ ഉള്ള ജനറൽ ആയിട്ടുള്ള അതിനൊക്കെ ഒരു തടസ്സവും ഇല്ലാതെ ക്ലിയർ ചെയ്ത് വരും. പക്ഷേ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആശുപത്രിയായിട്ട് ബന്ധം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ ഇത്തരം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒരു ഉത്സാഹമില്ല. കാരണം എസ് സി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ എസ് സി ഡിപ്പാർട്ട്മെന്റ് കീഴിലൊരു മെഡിക്കൽ കോളേജുണ്ട് പാലക്കാട്. അവിടെ ഇപ്പോഴും ആ സ്റ്റാഫിങ്ങോ അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇത്രയും വർഷമായിട്ടും അവരുടെ ശമ്പളം പോലും പ്ലാനിൽ നിന്ന് എടുക്കും. നോൺ പ്ലാനിൽ ഹെഡ് ഉണ്ടാക്കണം, ഇതൊക്കെ സാമാന്യ ബുദ്ധിയാണല്ലോ. പക്ഷെ അതില്ല, പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ റിക്വയർമെന്റ് ആണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നതിന്റെ ഒരു വിഷമം. ഞാൻ ഒരിക്കൽ ചർച്ച നിർത്താൻ നോക്കിയത് ഇതാ കുഴപ്പം. ഈ സർക്കാരിനെ വിമർശിച്ചെന്നുള്ള വ്യാഖ്യാനം ഇതുകൊണ്ട് ഒരിക്കലും ഇല്ല, ഞാൻ സിസ്റ്റത്തിനെയാണ് വിമർശിക്കുന്നത്. അല്ല അതുകൊണ്ട് വേണ്ട, നമുക്കറിയാം. നമുക്ക് ഒത്തിരി സ്ഥലത്ത് ഇപ്പൊ കാത്ത് ലാബുകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്റർവെൻഷൻ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഡോക്ടർമാരെ, കാർഡിയോളജിസ്റ്റിനെ, കാർഡിയോളജിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യാതെ ലാബ് തുടങ്ങിയിട്ട് കാര്യം അത്ര പോരായ്മകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടു. അതിപ്പം ഗവൺമെന്റിന് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ അവിടെ ആണല്ലോ നമ്മുടെ പ്രയോറിറ്റി വേണം. പ്രയോറിറ്റിയിൽ ഇത് ഇപ്പം അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സാറേ, അടുത്ത ജനറേഷന് യങ്ങർ ജനറേഷന് പൊളിറ്റിക്സിലോട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ വരാൻ താല്പര്യമുള്ളവർ, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലരും മടി പറയാറുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു കമന്റ് കണ്ടതാണ്, അത് ചെളിക്കുണ്ടാണ്, ചെളിയിലോട്ട് ഇറങ്ങാൻ താല്പര്യമില്ല എന്ന്. അപ്പോൾ ഇത് പണ്ട് മരിച്ചുപോയ നടൻ ശ്രീനിവാസൻ അദ്ദേഹം ഇതേ പ്രയോഗം പറഞ്ഞത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. ചെളിയിൽ ഞാൻ ഞാറ് നടാൻ മാത്രമേ ഇറങ്ങാറുള്ളൂ എന്ന ഒരു പ്രയോഗം. അതായത് പൊളിറ്റിക്സിനെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഒരു മോശപ്പെട്ട സംഭവം പോലെ കാണുന്ന ഒരു പ്രവണത. അങ്ങനെയാണെങ്കിൽ യുവാക്കൾ എങ്ങനെ ഇതിലോട്ട് വരും? അല്ലല്ല, അതിൽ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്നു, അത് കൊള്ളാവുന്നവർ കയറി ഇല്ലെങ്കിൽ കൊള്ളരുതാത്തവർ കയറിയിരിക്കും. അത് ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന എന്ന് പറയുന്നത് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഷുഡ് ക്ലീൻ അപ്പ് ദ സിസ്റ്റം. അങ്ങനെ താല്പര്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ ചെളി കൊണ്ടെന്നുള്ളത് മാറ്റിയെടുക്കാനല്ല ശ്രമിക്കേണ്ടത്. രണ്ടാമതെന്നാൽ എന്നെ വളരെ ഇൻട്രിഗ്യൂയിങ് ആയിട്ടുള്ളൊരു കാര്യം, ഈ അപ്പൊളിറ്റിക്കലാണ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ പൊളിറ്റിക്കൽ പാർട്ടീസിന് അവരുടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റാതെ പോയത് കൊണ്ടാണ് അത്. ഞാൻ ചോദിക്കട്ടെ, പ്രശാന്ത് നേരത്തെ കേട്ടിട്ടുണ്ടോന്നറിയില്ല, ഈ 5-8 മാസം മുമ്പ് ഈ കോൺട്രവേഴ്സി ഉണ്ടായപ്പോഴാണ് വേടൻ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. കോൺട്രവേഴ്സിയുടെ അടിസ്ഥാനത്തിൽ. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തെ വാച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ കൂടി ഒരു പൊളിറ്റിക്സ് അദ്ദേഹം പറയുന്നില്ലേ? അതിനെങ്ങനെയാണ് ഈ പുതിയ തലമുറ ജെൻസിയുടെ ഇത്രയും പിന്തുണ കിട്ടുന്നത്? സോ വേടൻ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ കൂടെ കൊടുക്കുന്നത്. അതിന് വലിയ ആക്സെപ്റ്റൻസ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഷോസ് അത് പൊളിറ്റിക്കൽ പാർട്ടീസ് ലെസൺ ആക്കേണ്ടത്. അവർ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യാവുന്ന പൊളിറ്റിക്സ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അവർ അപ്പൊളിറ്റിക്കലായി മാറുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ അതിനുള്ള നമ്മൾ ഓറിയന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ കൊള്ളാവുന്നവർ വീണ്ടും വരും.
ഈ അപൊളിറ്റിക്കൽ എന്ന് വിചാരിക്കുന്നവർ പോലും ഒരുപക്ഷെ അവരുടേതായ രാഷ്ട്രീയം അവർക്ക് കാണും. അവർക്ക് പറ്റിയ അല്ലെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നാവും അല്ലെ. ദേ ഷുഡ് ഓൾസോ ഒരു കാലഘട്ടത്തിൽ ഈ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ അന്നത്തെ തലമുറയുടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതിപ്പം എല്ലാ ഐഡിയോളജി, സ്വാതന്ത്ര്യ സമരം ഒരു ഐഡിയോളജിയായി അല്ലെങ്കിൽ അതൊരു ലക്ഷ്യമായി പോയപ്പോഴും അതിനപ്പുറത്തേക്കുള്ള ഐഡിയോളജിക്കൽ ബേസ്ഡ് ഒത്തിരി മൂവ്മെന്റ്സ് ഉണ്ടായാലും ഇത് നിന്നുകൊണ്ട് അന്നത്തെ യങ്സ്റ്റേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി, അവർക്ക് മനസ്സിലാകാൻ പറ്റി, അവർക്ക് ആസ്പിറേഷനിലായി ഇത് നടക്കും, ഇങ്ങനൊരു മാറ്റം നടക്കുമെന്ന് പറഞ്ഞു. ഒരു ഘട്ടം കഴിഞ്ഞ് ഇതൊന്നും നടക്കുന്നില്ല, വീണ്ടും അന്ന് പറഞ്ഞ ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് വരുന്നത്? അവിടാണ് ഞാൻ പറഞ്ഞത്, റീഡിസൈൻ ചെയ്യണം, റീഓറിയന്റ് ചെയ്യണം. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അവർക്ക് വിശ്വസിക്കാവുന്ന നിലയിലേക്കുള്ള ഇത് വന്നു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും വരും. അത്ര നമ്മളിത് പറയുമ്പോഴും നന്മയുടെ വശം ഒത്തിരി കുട്ടികളിൽ ഉണ്ട്. അത് നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കുമ്പോൾ അറിയാൻ സാധിക്കും. അതെല്ലാം ഉണ്ട്, പക്ഷെ എന്തോ ദർ ഇസ് എ മിസ്സിംഗ് ലിങ്ക്, അത് കണ്ടെത്തുക. അങ്ങനെ ഉള്ള യൂത്തിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത് സത്യത്തിൽ പൊളിറ്റിക്സിൽ വന്നാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചേഞ്ച് കാണുമ്പോഴാണല്ലോ. ഇപ്പൊ സാറിന്റെ അനുഭവത്തിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയ അല്ലെങ്കിൽ ഒരു ആഹാ മൊമെന്റ്, നമുക്ക് ഭയങ്കര ഒരു സംതൃപ്തി തോന്നിയ, ഞാൻ ഇത് രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയത് എന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു, ഒരു സംതൃപ്തി തോന്നിയ? ഒത്തിരി ഉണ്ടാവും കാര്യങ്ങൾ, പക്ഷെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർക്കാൻ പറ്റിയാൽ. ഞാൻ പറഞ്ഞത് അത് അങ്ങനെ പെട്ടെന്ന് ഒരു ചോദ്യത്തിന് എനിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കത്തില്ല. ഞാൻ MLA എന്നുള്ള നിലയിൽ ആദ്യം വന്നപ്പോൾ, മന്ത്രിയൊന്നും ആകുന്നതിന്റെ മുമ്പേ, അന്ന് ഞാൻ പട്ടണത്തിൽ താമസിച്ച് ബിസിനസ്സുകാരൻ സമ്പന്നനായി നടന്നു കഴിഞ്ഞ് വരുമ്പോൾ പട്ടണത്തോട് ചേർന്നുള്ള ചവറയിൽ പോലും ഒത്തിരി വീടുകളിൽ വൈദ്യുതി ഇല്ല എന്ന് കണ്ട ഒരിത്, ആദ്യമായി അന്ന് കേരളത്തിൽ 100% വൈദ്യുതീകരിച്ച മണ്ഡലമാക്കി ചവറയെന്ന് മാറ്റി, ഗ്രാമജ്യോതി എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരിതാണ്. അന്ന് തന്നെ ഞാനന്ന് ദുബായ് സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു സ്കൂളിൽ, വെല്ലിംഗ്ടൺ സ്കൂളിൽ പോയപ്പോൾ, അവിടെ പ്രൈമറി സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ നിരത്തി വെച്ചേക്കുന്നു. ആൻഡ് അവിടുത്തെ അൺബിലീവബിൾ, അവിടുത്തെ ഈ സയൻസ് ലാബ് എന്ന് പറഞ്ഞാൽ അത് പ്ലാനറ്റോറിയമാണ്. ഇതെല്ലാം വാച്ച് ചെയ്യാനുള്ള ടെലിസ്കോപ്പും മറ്റേ മറിച്ച് ഇതെല്ലാം വാച്ച് ചെയ്യാവുന്നത്. റേഡിയോ സ്റ്റേഷന്റെ ട്രെയിനിങ് ഉണ്ട്, BBC ആയിട്ടുള്ള ടൈപ്പാണ്. ടെലിവിഷൻ സ്റ്റേഷനുണ്ട്. ഇതെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യാണ്. ആ നിലയിലൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ സ്കൂളുകളിൽ വൈദ്യുതി ഇല്ല, കമ്പ്യൂട്ടർ പോയിട്ട് പല അന്ന് വൈദ്യുതി ഇല്ലാത്തത്. അങ്ങനെ എല്ലാ സ്കൂളിലും കമ്പ്യൂട്ടർ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ജ്യോതിർഗമയ എന്ന് പറഞ്ഞ് ചെയ്തു. അന്നേരം ചില സ്കൂളുകളിലെങ്കിലും വൈദ്യുതി ലൈൻ എടുത്തു കൊടുത്തിട്ട് ആയിരുന്നു കമ്പ്യൂട്ടർ കൊടുക്കേണ്ടിയിരുന്നത്. എന്നാ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത് പിന്നീട് നോക്കുമ്പോൾ എനിക്കൊരു സന്തോഷമായി, അല്ലെങ്കിൽ മനസ്സിലൊരു തൃപ്തി നൽകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് മന്ത്രിയായിരിക്കുമ്പോൾ ഉള്ള അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു, അല്ല അതിനപ്പുറത്തേക്കുള്ള ഇങ്ങനെയുള്ള ചിലതാണ് പെട്ടെന്ന്. മന്ത്രിയായിരിക്കുമ്പോൾ സാറ് ചെയ്തൊക്കെ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, അത് എനിക്ക് തന്നെ ലിസ്റ്റ് പറയാം, പക്ഷെ പറയുന്നില്ല. പക്ഷെ ഈ പറഞ്ഞുകൊണ്ടും ഈ സാധാരണക്കാരന്റെ ജീവിതത്തെ സ്പർശിക്കുമ്പോഴാണല്ലോ ഇത് ഇങ്ങനെ ഓർമ്മകൾ വരുന്നത്. അത് അല്ല, അതിലെന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിലൊരു മനസ്സിൽ ഒന്ന് ചെയ്യാൻ പറ്റി. തന്നെ ഏറ്റവും ഇത് വിഷമം തോന്നിയ ഏതെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ഹെൽപ്ലെസ്, ഈ പറഞ്ഞ സിസ്റ്റം അനുവദിക്കുന്നില്ല. ഹെൽപ്ലെസ് ആയത് പറഞ്ഞു നന്നായി. ഞാൻ മന്ത്രിയായിരുന്നപ്പോഴാണ് 2 മേഖലയിൽ സമരം പൊട്ടിപ്പുറപ്പെട്ടു. ഒന്ന് നഴ്സിംഗ് മേഖലയിൽ, ഒന്ന് പത്തറ്റിക് ആയിരുന്നു അവരുടെ അവസ്ഥ. 2 തോട്ടം തൊഴിലാളികളുടെ പെമ്പിള ഒരുമ എന്ന് പറഞ്ഞുകൊണ്ട് കൂലി വർധനവ്. യഥാർത്ഥത്തിൽ കൂലി വർധനവല്ല, കണ്ണൻദേവൻ ടാറ്റയുടെ എസ്റ്റേറ്റിലെ ഒരു ബോണസ് തർക്കമാണ് അതിലേക്ക് പോയത്. എല്ലാ യൂണിയൻസും കൂടെ ഒരു ധാരണ ഉണ്ടാക്കി, തൊഴിലാളി അത് തിരസ്കരിച്ചു. അതായിരുന്നു ട്രിഗർ. പക്ഷെ പിന്നെ വല്ലാതെ അങ്ങനെ ഈ നഴ്സസ് സംഘടിതമായി തുടങ്ങി എല്ലായിടത്തും സമരങ്ങൾ, ഒറ്റപ്പെട്ട സമരങ്ങൾ പല ഭാഗത്തുണ്ടാകുന്നു. അന്ന് മാധ്യമങ്ങളൊക്കെ ഭയങ്കര പ്രാധാന്യത്തോടു കൂടി ആ സമരങ്ങൾ ചർച്ച ചെയ്യുന്നു. അന്ന് കോതമംഗലം
ഒരു ആശുപത്രിയിൽ നഴ്സസ് സമരം ആരംഭിച്ചു. അത് അവർ കുറച്ച് കുട്ടികൾ ഏറ്റവും മുകളിൽ ടെറസിൽ പോയി നിന്ന് ഉം. ആത്മഹത്യ ഭീഷണി മുഴക്കി സമരം ആരംഭിച്ചു. ഞാനന്ന് ചെന്നൈ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ സമരത്തിൻ്റെ അറിയുന്നത്. ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ തിരിച്ചു വന്നു. ഞാൻ ലേബർ കമ്മീഷണറെ അങ്ങോട്ട് അയച്ചു. ലേബർ കമ്മീഷണർ പോയി മണിക്കൂറുകൾ സംസാരിച്ചു. അവസാനം ആ സമരം ഡിഫ്യൂസ് ചെയ്തു, കുട്ടികളെ താഴെ ഇറക്കി. എന്നിട്ട് ഒരു പകലും ഒരു രാത്രിയും അവരതിൻ്റെ മുകളിൽ കഴിഞ്ഞു. പിറ്റേന്ന് വൈകിട്ടാണ് അവരെ താഴെ ഇറക്കുന്നത്. ഞാനിങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അതായത് TV ചാനലിൽ എന്തോ ചർച്ച വന്നിട്ട് മാനേജ്മെന്റ് ആൾക്കാർ എന്തോ പറഞ്ഞു, ഹോസ്പിറ്റൽ അസോസിയേഷൻകാരെന്തോ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഈ കുട്ടികൾ വീണ്ടും പോയി ടെറസിൻ്റെ മുകളിൽ കയറി. ഈ പോലീസ് വന്ന് താഴെ ഇറക്കിയ ആ കഥ ഒന്ന് പൂട്ടാൻ ഇവർക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂരുമായിട്ട് പൊട്ടിത്തെറിച്ച ദിവസമായിപ്പോയി. നമ്മുടെ എല്ലാ റിസ്കും എടുത്ത് അല്ലെങ്കിൽ അതിന്റെ ടെൻഷൻ അനുഭവിച്ച് കുട്ടികളെ താഴെ ഇറക്കി ഒരു സമാധാനമാക്കി പറഞ്ഞ് തീർത്ത് ഒരു ചാനലിൽ വന്ന അധിക്ഷേപം കാരണം അവർക്ക് യഥേഷ്ടം വീണ്ടും ടെറസിൽ കയറി നിൽക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ പിന്നെ പിറ്റേന്ന് വൈകിട്ട് അവരെ ഇറക്കിയത്. അതൊക്കെയാണ് മറിച്ചുള്ള അനുഭവം. പിന്നെ ഏറ്റവും കൗതുകരമായി എനിക്ക് ഞാൻ മന്ത്രിയായപ്പോൾ ആദ്യ ദിവസങ്ങളിൽ വന്ന ഫയൽ ഒന്നായിരുന്നു. എൻ്റെ പിതാവ് കടന്നു പോകുന്നത് 97-ലാണ്, ഞാൻ മന്ത്രിയാകുന്നത് 2011-ലാണ്. അന്നേരം എൻ്റെ പിതാവ് ലേബർ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഒപ്പിട്ട ഫോർ ഓർഡേഴ്സ് എന്നും പറഞ്ഞ് ഒപ്പിട്ട ഒരു ഫയല്, ഒരു സ്ത്രീയെ സ്ഥിരപ്പെടുത്തുന്ന, താഴെത്തട്ടിലുള്ള ഒരു സ്ത്രീയെ സ്ഥിരപ്പെടുത്തുന്ന ഒരു ഫയലാണ്. 14 വർഷം കറങ്ങി എൻ്റെ അടുത്ത് വരിക വീണ്ടും ഓർഡേഴ്സിന് സ്ഥിരപ്പെടുത്തുന്നതിൻ്റെ. ഫോർ ഓർഡേഴ്സ് അന്നത്തെ മന്ത്രി എഴുതിയിട്ടത് 14 വർഷം പിന്നെ ആ ഫയൽ കറങ്ങി എൻ്റെ അടുത്ത് വരികയാണ്. ഞാനാണ് പിന്നെ അത് നടപ്പിലാക്കുന്നത്. അതൊരു ഭയങ്കര നിയോഗമായി പോയി, വല്ലാത്ത നിയോഗമായി. അന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പോരായ്മ കൂടെ നമ്മൾ പരിശോധിക്കണ്ടേ. അതെ, ആ ഫയല് തിരിച്ചു വന്നു എന്നുള്ളത് വലിയ കാര്യം. ആ മന്ത്രി ആയ സമയത്ത് തന്നെ അത് വന്നു. ആ ഫയൽ അപ്രത്യക്ഷമായില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. സാർ, ഒരു സ്കൂൾ കുട്ടിയുടെ ലെവലിൽ തൊട്ട് ഒരു പൊളിറ്റിക്കൽ ലീഡറും ഒരു മിനിസ്റ്ററും ഒക്കെ ആയി ജീവിതത്തിൽ കുറേ എക്സ്പീരിയൻസ്, കുറേ കാര്യങ്ങൾ കണ്ടു, കുറേ അനുഭവങ്ങൾ ഉണ്ട്. കേരളത്തിന് വേണ്ടി ഒരു വിഷൻ സാറിന് എന്താ ഉള്ളത്? ലൈക്ക് ഒരു ഒരു ഭാവിയിലേക്ക് ഈ യങ്ങർ ജനറേഷന് വേണ്ടി എന്ന് മാത്രമല്ല, കേരളം ആസ് എ പ്ലേസ് എന്തായിരിക്കണം? ഒരുപാട് കാര്യങ്ങളിൽ കോഴ്സ് കറക്ഷൻ ആവശ്യമുണ്ട്. കേരളം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ റിയാലിസ്റ്റിക് സ്റ്റഡി ഉണ്ടാകും. നമ്മൾ പഴയ പാരമ്പര്യമൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. എവിടെ ഇപ്പോൾ നിൽക്കുന്നു, ഇനി എങ്ങോട്ടെങ്കിലും. ഇത് പറയുമ്പോൾ വ്യാപകമായി എൻ്റെ സുഹൃത്തുക്കളടക്കം, ക്ലാസ്മേറ്റ്സ് അടക്കം കേരളത്തിൽ വ്യവസായങ്ങളില്ല, അങ്ങനെ ഒരു പരാതി വന്നു. കേരളത്തിൽ വൻകിട ഒരു വ്യവസായം വരത്തില്ലെന്ന്. എങ്ങനെയാണ് ഇത്രയും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ലാൻഡ് കോസ്റ്റ്, എക്സ്റ്റെൻഡ് ഓഫ് ലാൻഡ് അവൈലബിൾ, എൻവയോൺമെന്റൽ ഇഷ്യൂസ് എല്ലാം നിലനിൽക്കുന്നിടത്ത് ഒരിക്കലും പൊള്യൂട്ടിംഗ് ആയിട്ടുള്ള ഹെവി ഇൻഡസ്ട്രി വരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, എപ്പോൾ നമ്മൾ അഗ്രികൾച്ചറിൽ പിന്നിൽ പോയി എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ആരും പറയത്തില്ല. ഒരു ഘട്ടത്തിൽ ആവശ്യമുണ്ടായിരുന്ന മോഡേണൈസേഷൻ, മെക്കനൈസേഷൻ ആവശ്യമാണ്. കേരളത്തിൽ ഈ ലാൻഡിന്റെ സ്കെയർസിറ്റി കൊണ്ട് കേരളത്തിൽ അഗ്രികൾച്ചർ പിടിച്ചു നിൽക്കണമായിരുന്നെങ്കിൽ ഹൈ പ്രൊഡക്ടിവിറ്റിയിലേക്ക് പോകണമായിരുന്നു. ഹൈ പ്രൊഡക്ടിവിറ്റി, ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സിലേക്ക് പോകണമായിരുന്നു. പക്ഷെ നമ്മുടെ ഇരട്ടി ഉൽപാദന ശേഷിയാണ് തമിഴ്നാട്ടിനുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് അവർ ചെയ്തു. എന്നാൽ നമ്മൾ അവിടെ കോമ്പറ്റിറ്റീവ് അല്ല. അന്നേരം അഗ്രികൾച്ചർ തിരിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇൻഡസ്ട്രീസ് തിരിച്ചു വരും. പക്ഷേ ഇൻഡസ്ട്രീസ് വരും, അല്ലെങ്കിൽ വി വർ ദ ഫസ്റ്റ് സ്റ്റാർട്ട് ടെക്നോ പാർക്ക്. ഇൻഫർമേഷൻ ടെക്നോളജി അടക്കം പൊള്യൂട്ടിംഗ് അല്ലാത്ത ഏതൊക്കെ മേഖലയിൽ നമ്മൾ ബേസിക്കലി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അതിൽ വേണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ എഡ്യൂക്കേഷന്റെ ഗ്ലോബൽ ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റണം. പിന്നെ ടൂറിസം നമ്മൾ പറയുന്നുണ്ട്, നല്ലപോലെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, കേരളത്തിലേക്ക് വരുന്നു, ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നു എന്നൊക്കെ പറയുമ്പോഴും
മറ്റ് ടൂറിസ്റ്റ് സെന്റേഴ്സിൽ പോയിട്ട് അവിടെ വരുന്ന ആളിന്റെ എണ്ണവും ഇവിടെ വരുന്നവരുടെ കൂടെ പരിശോധിച്ചാൽ നമ്മൾ എത്ര പിന്നിലാന്നുള്ളത് മനസ്സിലാകും. യൂറോപ്പിലേക്ക് കൊച്ചു കൊച്ചു രാജ്യങ്ങളിലേക്ക് വരുന്ന എത്ര ലക്ഷം പേരാണ് വരുന്നത്, ഉം. അവർ സ്പെൻഡ് ചെയ്യുന്ന എത്രയാണ്. നമുക്കിവിടെ ഹൈ സ്പെൻഡിങ് ടൂറിസ്റ്റേ വരുന്നില്ല. ഉം. ഇപ്പൊ കോവിഡിന് ശേഷം നമ്മുടെ രാജ്യത്തിനകത്തുള്ള ടൂറിസം നല്ലപോലെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്, എല്ലാവരും ചെയ്യുന്നു. പക്ഷെ നമ്മളെ പോലെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന നമ്മളിപ്പം ചെയ്യുന്ന ഇപ്പം നമ്മൾ മൂന്നാറ്, ഇടുക്കി ഇതൊക്കെ നമ്മൾ ഷോക്കേസ് ചെയ്യുന്നു. ഞാൻ പണ്ട് യൂറോപ്പിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് എൻ്റെ ബയേഴ്സ് വരുമ്പം ചിലരുമായിട്ട് വളരെ അടുപ്പമായി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും. നമ്മൾ നേരെ അവരെ കൊണ്ടുപോകുന്ന എവിടെ, കൊടൈക്കനാൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഊട്ടി കൊണ്ടുപോകും. അന്ന് ഇവിടെ കേരളത്തിൽ അത്രയും ഇതായിട്ടില്ല. ഞാൻ പറയുന്നത് 10 മുമ്പാണ്. അവർ കെഞ്ചി പറയും ഞങ്ങളെ വല്ല ബീച്ചുള്ളിടത്ത് കൊണ്ടുപോകും. അങ്ങനെ തണുപ്പ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ തണുപ്പ് രാജ്യത്തേക്കല്ല കൊണ്ടുപോകില്ല. ആ ലെവലിലൊരു ബീച്ച് നമുക്ക് വർക്കല കൊണ്ടു എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ആ ലെവലിലേക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. അന്നേരം കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് ടൂറിസം മറ്റൊരു തലത്തിലേക്ക് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്ത് കൊടുക്കുക. പ്രൈവറ്റ് വിൽ ഡു ദ ഓപ്പറേഷൻ. നമ്മൾ പക്ഷെ പക്ക ഇൻഫ്രാസ്ട്രക്ചർ ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യുക. അപ്പം നമുക്കിത് ഈ എല്ലാ മേഖലയിലും ഈ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ കുറച്ചുകൂടെ അൺലീഷ് ചെയ്താൽ തന്നെ ഒരു വ്യത്യാസം. നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണമല്ലോ. അതിപ്പം നമുക്ക് പബ്ലിക് സെക്ടറൊക്കെ ഇത് സീക്രഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വർഷം കൊണ്ട് പബ്ലിക് സെക്ടറിന്റെ ഇൻഹറന്റ് വീക്ക്നെസ്സുകൾ എങ്ങനെ നമ്മുടെ ഇതിനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. ജവഹർലാൽ നെഹ്റു ബക്രാന്നങ്ങൾ തുടങ്ങിയിട്ട് ഇനിയും നിങ്ങൾ ആരാധിക്കേണ്ട വിഗ്രഹങ്ങൾ ഇവയാണ്, ഈ പൊതുമേഖലയാണ് എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും സഞ്ചരിക്കുമ്പോൾ അവിടെ വന്ന അപജയങ്ങളോട് നമ്മൾ സംസാരിക്കണ്ടേ? സോ അതിന് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുകയും നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുക ഓരോന്ന്. ടെക്നോ പാർക്ക് അതാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ആദ്യം രാജ്യത്ത് തുടങ്ങിയ ടെക്നോ പാർക്ക് ഇവിടെ ആണല്ലോ, ഗവൺമെന്റ് ഇനീഷ്യേറ്റീവിൽ കൊണ്ടുവന്ന്. പക്ഷെ അതിനുശേഷം നമുക്ക് ആ നിലയിലേക്കുള്ള ഒരു ഇത് പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഓരോ വിഷയങ്ങളിൽ ടെക്നോ പാർക്ക് അല്ലെങ്കിൽ പിന്നെ സിയാല് പോലുള്ള PPP മോഡൽസ് എല്ലാം ചെയ്യാം. വന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരിതാണ്. അങ്ങനെ കുറെ ഉണ്ട്. എന്നാലും നമുക്ക് ഇപ്പം ഒക്കുന്ന നിലയിലേക്ക് ഗവൺമെന്റിന്റെ ഫോക്കസ് എവിടൊക്കെ ആയിരിക്കണം അതിന് ക്ലാരിറ്റി ഉണ്ടാകും. അവിടെ നമുക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്ന് അവർക്ക് ലാഭകരമായി പ്രവർത്തിക്കാൻ, ഒരു പ്രൈവറ്റ് നഷ്ടത്തിൽ ചെയ്യാൻ വേണ്ടി വരത്തില്ലല്ലോ. ആ നിഷ് ഏരിയാസ് കണ്ടുപിടിച്ചുകൊണ്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷെ കേരളത്തിന് എന്തായാലും ഇതൊക്കെ സാധിക്കും എന്ന് സാറിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്? 100% സാധിക്കും. ഓവർനൈറ്റ് എല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനൊക്കത്തില്ല. പക്ഷേ ഒരു മൈൻഡ് സെറ്റ് അതിലേക്ക് തിരിക്കാനും ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി ചെയ്യാനും പറ്റിയാൽ നമുക്ക് സാധിക്കും. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളുണ്ട്, അതോടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. പ്രശാന്ത് പോയി കഴിഞ്ഞിട്ടാണ് ഞാനും ടോം ജോസും കെ ബിജുവും അന്ന് കേസിന്റെ MD ആയിരുന്ന രാഹുലും കൂടെ ഞങ്ങൾ ബ്രസീലിൽ പോയി. സ്കിൽ ഒളിമ്പിക്സിനാണ് പോയത്. ഞങ്ങളൊരു ഓഗസ്റ്റിലാണ് സ്കിൽ ഒളിമ്പിക്സ്. 2016 മെയിൽ ഇലക്ഷൻ, മാർച്ചിന് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു. ഞങ്ങൾ ഓഗസ്റ്റിൽ പോകുന്നു, പോയി സ്കിൽ ഒളിമ്പിക്സ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ അന്ന് 55 കൺട്രീസ് എന്തോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇന്ത്യയുടെ ഒരു നോമിനൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കേരളം അറിഞ്ഞിട്ട് പോലും ഇല്ല. അന്ന് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് കേരളത്തിൽ നിന്ന് ആരും ഇല്ല, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞങ്ങൾ പോയി കാണുന്ന ഇത് റോബോട്ടിക്സ് അല്ലെങ്കിൽ ലോകത്തെ ഡെവലപ്മെന്റ്, അതിൽ നമ്മുടെ മറ്റു ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസ് അതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മളിങ്ങനെ നോക്കി ഇരിക്കുകയാണ്. നമ്മുടേത് ഞാൻ തിരിച്ചു വന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇവർക്ക് ഡയറക്ഷൻ കൊടുത്തു. നമുക്കൊരു സ്കിൽ കോമ്പറ്റീഷൻ കേരളത്തിൽ, സ്കിൽ ഫെസ്റ്റ് കേരളത്തിൽ ബിറ്റ്വീൻ ദ ITIs നമുക്ക് സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു, എൻ്റെ തിരക്കിൽ പോയി. അന്ന് നമ്മുടെ എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ വളരെ പ്രത്യേകിച്ച് ഒരു ചീത്തപ്പേര് പലരും പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലെന്ന്.
അവിടെ അന്ന് അതിന് മറ്റേ ഷൈന മോളായിരുന്നു. ഷൈന ഷൈന അവിടെ വന്നുമില്ല. ഉം. പക്ഷേ ഇവരെല്ലാം ഒരു ടീമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ടോം ജോസിന്റെ ഡയറക്ഷനിൽ ഇതെന്താന്ന് കണ്ടിട്ടില്ലാത്ത എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ ഉം. ഫെബ്രുവരിയിൽ പ്രാദേശിക റീജിയണൽ കോൺടെസ്റ്റ് നടത്തി. ഫെബ്രുവരിയിൽ ഇന്ത്യ രാജ്യത്തെ ഫസ്റ്റ് സ്കിൽ ഫെസ്റ്റ് ഉം. ട്രിവാൻഡ്രത്ത് ഈ താജിൽ വെച്ച് നടത്തി. അന്നേരം നമ്മൾ ഗൈഡ് ചെയ്താൽ ഇതെല്ലാം നടക്കും. അന്നേരം നമ്മൾ സ്കെപ്റ്റിക്കലാണ്ട് കാര്യമില്ല, ഇതെല്ലാം നടക്കും. ഇച്ഛാശക്തി ഉണ്ടായാൽ മതി എന്നുള്ളതാണ് അല്ല ഇനീഷ്യേറ്റീവ്. കാഴ്ചപ്പാടുണ്ടാണ്. അന്നേരം നമ്മളിപ്പോ ഞാനത് ബ്രസീലിൽ പോയത് കൊണ്ടല്ലേ കണ്ടത്. അതെ. യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യേണ്ട ആവശ്യമുള്ളപ്പോൾ യാത്ര ചെയ്യണം, ലോകത്ത് വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കണം, അതിവിടെ നടപ്പിലാക്കാനുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ്. അന്നേരം ഇതെല്ലാം നടപ്പിലാകും. യാത്രകൾ പിന്നെ യാത്രയ്ക്ക് വേണ്ടി യാത്ര ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തർക്ക് പോകുമ്പോൾ അതും ഞാൻ അറിയുന്നത് എന്താണ്, ഇതെല്ലാം നമ്മുടെ ഓരോ ബന്ധങ്ങൾ. അന്ന് രാജീവ് പ്രതാപ് റൂഡി കേന്ദ്രത്തിൽ മിനിസ്റ്റർ ഫോർ സ്കിൽസ് ആയി വന്നു. അദ്ദേഹവും ഞാനുമായിട്ട് പെട്ടെന്നൊരു പേഴ്സണൽ ഇക്വേഷൻ അങ്ങ് വന്ന് വളരെ ഫ്രണ്ട്ലി ആയി. അദ്ദേഹം ട്രിവാൻഡ്രത്ത് എപ്പോൾ വന്നാലും കാണും, ഞാൻ ഡൽഹി ചെന്നാൽ എപ്പോൾ വന്നാലും കാണും. ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് ഒരു ഇക്വേഷൻ അങ്ങ് ഉണ്ടായി, ഒരു വേവ് ലെങ്ത് ഉണ്ടായി. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഷിബു ലെറ്റ്സ് ഗോ ടു ബ്രസീൽ, ദാറ്റ്സ് എ സ്കിൽ ഒളിമ്പിക്സ്. അന്നേരമാണ് ഇത് കേൾക്കുന്നത്. ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ഇവിടുന്ന് ഇത് കൊടുത്തു. അന്നെല്ലാം അവിടുന്ന് പെർമിഷൻ വേണമല്ലോ, മോഡി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 2015. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് വന്നപ്പോഴത്തേക്കിന് പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഡൽഹി ചെല്ലുകയാണ്. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ചെന്ന് പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞ്, ഞങ്ങളന്ന് പ്രൈം മിനിസ്റ്ററെ കാണുകയാണ്, CM ഞങ്ങളെല്ലാം കൂടെ പോയി പ്രൈം മിനിസ്റ്ററെ കാണും. പിന്നെ റൂഡി എൻ്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നു, പാർലമെന്റ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞേക്കുവാണ്, ഒന്ന് കാണുമ്പോൾ എൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാൻ. അത് പക്ഷെ പുള്ളിക്ക് വരാൻ പറ്റിയില്ല. അതായത് ഞാനുണ്ടായിരുന്നു, മറ്റേ ഡൽഹിയിലെ മനീഷ് സിസോഡിയ, ഞങ്ങൾ 2 സ്റ്റേറ്റ് ഇന്ന് ലേബർ മിനിസ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ റൂഡി അന്നേരം ഇന്ത്യൻ ഡെലിഗേഷനെ ഹെഡ് ചെയ്യുന്ന ഞാനാണെന്നുള്ള അറിയിപ്പ് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ ചെയ്തു. ഞാൻ പറഞ്ഞത് ഈ കോണ്ടാക്ട്സ് വെച്ചിട്ടും അതിൽ നിന്ന് വരുന്ന ആശയങ്ങൾ വെച്ചിട്ട് അവിടെ ഉദ്യോഗസ്ഥരെ കൂടെ കൊണ്ടുപോയത് കൊണ്ടും ഞാൻ പോയി എൻ്റെ കുടുംബമായിട്ട് പോയി തിരിച്ചു വന്നാൽ ഇത് നടപ്പിലാകത്തില്ല. അത് വരണ്ടിയ ഉദ്യോഗസ്ഥര് കൂടെ വന്ന് അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായി, അവർ തിരിച്ചു വന്ന് നടപ്പിലാക്കി. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് സാറ് ഒന്ന് കുറേ യാത്ര ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റായിട്ട് ഇഷ്ടംപോലെ യാത്ര ചെയ്തിട്ടുണ്ട്, അല്ലാതെ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള യാത്രകൾ ചെയ്തിട്ടുണ്ട്. ആ യാത്രകളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് എടുത്തിട്ടുമുണ്ട്. അതുപോലെ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക മാത്രമല്ല, അത് പ്രൊഫഷണലി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതും കൂടെ ഇപ്പം ഈ പറഞ്ഞതിനകത്ത് തന്നെ ഒരു ഉദാഹരണമുണ്ട്, ഈ റൂഡി ആയിട്ടുള്ളതാണെങ്കിലും ഒക്കെ. ഈ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഇനി ആവട്ടെ. ഇത് നല്ല രീതിയിൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു വിഷൻ, സാറ് കാണുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, ഒരു ആഗ്രഹം, വളരെ പ്രോഗ്രസീവായിട്ടുള്ള, ഇവിടെ സമ്പത്തും സമ്പന്നതയൊക്കെ ഉള്ള ഒരു നാടായിട്ട് ആൾക്കാരിൽ പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഗുണപ്പെടുന്ന രീതിയിലുള്ളൊരു നാളേക്ക് അത് സത്യമായി മാറട്ടെ. അതിൻ്റെ ആ വഴിക്കുള്ള യാത്ര നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും നട നന്നാകണം, ഇവിടെ നമുക്ക് മുന്നോട്ട് കുതിക്കണം. ഇത് തന്നെയാണ് നമ്മളെയൊക്കെ നയിക്കുന്ന വികാരം. അത് ഉണ്ടാവട്ടെ. സർ, താങ്ക് യു സോ മച്ച് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.